ഹലോ, എല്ലാവർക്കും ഫുട്ബോൾ ബബിൾസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. നമ്മുടെ കൂടെ നിമേഷും ഉണ്ട്. ഹലോ നിമേഷ്. ഹലോ ഹലോ. കളി കണ്ടില്ലേ? അപ്പോൾ പെപ്പിന്റെ സ്വന്തം ട്രെയിനിങ് കുട്ടിയായിട്ടുള്ള ആർട്ടേറ്റയും തമ്മിലുള്ള മെയിൻ മാച്ച്. അതും ഇത്തവണ ആർട്ടേറ്റയ്ക്കായിരുന്നു കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത്. എങ്ങനെയായിരിക്കും ആർട്ടേറ്റ സിറ്റിക്കെതിരെ ലൈനപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും പെപ്പെപ്പോഴും ഒരു പ്രത്യേക ടീമിനെയാണ് ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് മാച്ചിലൊക്കെ ഇറക്കുക. അപ്പൊ അതുപോലെയൊക്കെ വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ഞാനിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് ലൈനപ്പ് വരാൻ വേണ്ടി. അപ്പൊ ലൈനപ്പ് വന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാച്ചിൽ ഒരേ ലൈനപ്പിൽ കളി വരുന്നത്. അതെ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് സിറ്റിയുടെ ഒരു എന്താ പറയുക, പ്ലേയേഴ്സിന്റെ കുറവോ ടാലൻസിന്റെ കുറവോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പെപ്പ് നോർമലി ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പേര് കീ ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേരെങ്കിലും ആയിട്ട് മാറ്റം വരുത്തിയിട്ടാണ് പെപ്പ് കളിക്കുക. അപ്പൊ ഇത്തവണ അത് കണ്ടില്ല. അപ്പൊ അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ആർസണൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ PL എനിക്ക് തോന്നുന്നു ഏറ്റവും ഫോമുള്ള ടീമാണ് ആർസണൽ. അതുപോലെ തന്നെ നല്ല അറ്റാക്കിങ്ങും കണ്ടു. പക്ഷേ സംഹാവ് അൺഫോർച്ചുനേറ്റ്ലി ഗോൾ അങ്ങോട്ട് അടിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ ഗ്യോക്കരസിനെ അവർ സിറ്റി നന്നായിട്ട് പൂട്ടിയെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്യോക്കരസിന് ആ ഒരു റണ്ണും ആ ഒരു ഡിഫൻഡറെ മുകളിലൂടെ ബോൾ അടിച്ചു വിട്ടിട്ടുണ്ടല്ലോ, ഒരു ഓടി കയറിയിട്ടുള്ള ഒരു അടി, ആ കളിയൊന്നും കാണാൻ പറ്റിയില്ല. ഒരു പക്ഷേ ഗ്യോക്കരസിനെ തളച്ചിട്ടുകൊണ്ടായിരിക്കാം ആർസണലിന് ഒരു എഫക്റ്റീവ് അല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ. ഇങ്ങനെയൊക്കെ കളിയാണെങ്കിൽ കൂടിയും ആദ്യം സിറ്റിയാണ് ഗോൾ അടിച്ചത്, അതും ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ. അപ്പോൾ സിറ്റി കിട്ടിയ ചാൻസിൽ സിറ്റി കൗണ്ടർ അറ്റാക്കോട് കൂട്ടിയിട്ട് ഗോൾ അടിച്ചു. അതും ഹാളണ്ട് ആയതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ തന്നെ പ്രഷർ കൊടുത്ത് കൗണ്ടർ അറ്റാക്കോട് കൂടി ഗോൾ അടിക്കാൻ പറ്റി. ഒന്നും കൂടെ ഷാർപ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫസ്റ്റ് ഹാഫ് തന്നെ ആർസണലിന് ഗോൾ കിട്ടുമായിരുന്നു. അപ്പോ എന്താ നിമേഷിന് പറയാനുള്ളത് ഈ കളിയെ കുറിച്ച്? അർട്ടേറ്റ ഇസ് ദ ഫസ്റ്റ് മാനേജർ. ആള് ലാസ്റ്റ് 5-6 കളിയായിട്ട് പെപ്പിന്റെ കൂടെ തോറ്റിട്ടില്ല. ദ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഉണ്ടായത്. അതെ, യാ. പിന്നെ പെപ്പിന്റെ ചേഞ്ചിങ് ഓഫ് ടീം ഇത് ഫസ്റ്റ് ടൈം ആണ് അത്ര ആള് 3 ഗെയിംസിൽ ഒരേ ടീം വെച്ചിട്ടുള്ളത്. ഒരു ടീം തന്നെ എടുക്കുന്നത് പെപ്പ് എനിക്ക് തോന്നുന്നത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ആർസണലിന്റെ ലൈനപ്പിലേക്ക് പോകുമ്പോൾ ഐ പിന്നെയും ആ ലിവർപൂളിന്റെ ഗെയിമിന്റെ പോലെ തന്നെ ആൾ കുറച്ചുകൂടി സേഫ് ആയിട്ട് കളിക്കാൻ നോക്കി എന്നാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഓഡെഗാർഡ് ഇല്ല, ക്രിയേറ്റിവിറ്റി ഇല്ല, അപ്പോൾ എസേനെ അവിടെ കളിപ്പിക്കായിരുന്നു. ദാറ്റ് പറഞ്ഞ പോലെ ഗോൾ ഇങ്ങോട്ട് കിട്ടാതെ നമ്മൾക്ക് നോക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. ബട്ട് സേഫ് ആയിട്ടുള്ള ഗെയിം. കറക്റ്റ് അതാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ആ ഗോൾ പോയത് ബട്ട് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ആർസണലിന്റെ ഫുൾ ടീം ഫ്രണ്ടിൽ നിൽക്കണു, അവർ അറ്റാക്കിംഗ് ഇതിലാണ്, ബോൾ ഇങ്ങനെ സൈക്കിൾ ഓതിണ്ടിരിക്കണു. എവിടെയെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഹാളണ്ട് ഓടിയെത്തും എന്നറിയാം. ബിക്കോസ് ഈസ് ദാറ്റ് ഗുഡ്. ലൈക്ക് എനിവേ ഹാളണ്ട് തന്നെയാണ് ആ പാസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. നല്ലൊരു പാസ്സായിരുന്നു. എല്ലാ ആ ഒരു ക്രൗഡിൽ നിന്ന് ബോൾ പാസ് ചെയ്തത് ഹാളണ്ട് തന്നെയാണ്. ആ ഒരു പാസ് കഴിഞ്ഞിട്ടുണ്ടായ ഒരു റണ്ണ് കാണാം. എന്റെ അമ്മോ, എന്തോ മത്താപ്പൂ തിരികെടുത്തിയ പോലെ ബൂം പറഞ്ഞ പോയി. ഒരു പോക്കായിരുന്നു. അതെ, ഓരോ പോക്കായിരുന്നു. അതെ, റോക്കറ്റ് പോലെ അങ്ങോട്ട് പോയി. ബിക്കോസ് അതെ, ഈ വർഷം അവന് ഒരു പ്രോപ്പർ പാസും കൊടുക്കാനുള്ള ഒരു ഔട്ട്ലെറ്റ് പ്രോപ്പർ ആയിട്ട് മിഡ്ഫീൽഡ് സിറ്റിക്ക് ഇല്ല. അതൊക്കെ തന്നെയാണ് ഹാളണ്ടിനെ ഇപ്പൊ ആക്ച്വലി പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാളണ്ട് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുമ്പത്തേക്ക് സീസണിലെ പോലെ തന്നെ കുറെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അല്ല, അതെ, മുമ്പൊക്കെ മറ്റേ ഇവരൊക്കെ ഡിബ്രോയിന് ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ആ ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ഇല്ല. ഈവൻ ബെർണാർഡോ സിൽവയ്ക്ക് അത്ര ആ പഴയ ഇതൊന്നും ഇല്ല. സെക്കൻഡ് ഹാഫിൽ ഉണ്ടായ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ ഈ കളിയുടെ മൊത്തം മാറ്റിയത്? അതെ, ഒന്ന് ഫോഴ്സ്ഡ് ആയിരുന്നു. മടുവയ്ക്ക് ചെറുതായിട്ട് എന്തോ തോന്നി, ലൈക് സം സ്മോൾ നിഗൽ ഓർ സംതിങ്. അപ്പൊ അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ സാക്ക അവിടെ കയറി, മെറീനോനെ മാറ്റിയിട്ട് എസേനെ കയറ്റി. അപ്പൊ അവിടെ തന്നെ ഫസ്റ്റ് ഒന്ന് മാറി. ലൈക് ദർ വാസ് ബിക്കോസ് ആ ബോൾ ഫ്ലോ ചെയ്യാൻ തുടങ്ങി ഫോർവേഡ്. മുമ്പേ ലൈക് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് എന്താ തോന്നിയത്, ബോൾ ജസ്റ്റ് സൈക്കിൾ ചെയ്യാണ്, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, അത്ര ഉള്ളൂ. ലൈക് ദർ വാസ് നോ പെനിട്രേഷൻ. ഈ ഫൈനൽ തേർഡിലേക്ക് ഒന്നും ഡെലിവറി ഇല്ല. ബിക്കോസ് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. അതായിരുന്നു ആക്ച്വൽ പ്രോബ്ലം. ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാർട്ടിനെല്ലി ആയിരുന്നു. നല്ലൊരു ഗോളായിരുന്നു അല്ലേ? അതെ, നല്ല ഗോളായിരുന്നു. ബിക്കോസ് അത് ശരിക്കും പറയാ വെച്ചാൽ നമ്മള് അവന്റെ ഒരു ട്രേഡ് മാർക്കാണ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് ഒന്ന് ഓടുക, ലൈക്ക് ആ സ്പീഡിൽ ഓടുക, അല്ലെങ്കിൽ ഇപ്പൊ കൈൻഡ് ഓഫ് ലൈക്ക് ഹാലൻഡേഴ്സ്. ബട്ട് ഹാലൻഡ് പോലെ ഫിനിഷിംഗ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു കട്ടായിട്ട് ഓടുക, മോളിൽ നിന്ന് പാസ് വരിക. ഇത് ആദ്യമായിട്ടല്ല. ഇതിനും ലാസ്റ്റ് സീസണും കൂടിയും ലിവർപൂളും എല്ലാ അതെ, ലിവർപൂളിന്റെ അഗേൻസ്റ്റ്, ചെൽസിയുടെ അഗേൻസ്റ്റ് ഒക്കെ അതിന്റെ പ്രീവിയസ് സീസണൊക്കെ ജയിച്ചത് ഇതേപോലെ തന്നെയാണ്. മുകളിൽ കൂടെ ആരെങ്കിലും ഒന്ന് പാസ് ചെയ്യും, ആളെടുത്ത് അങ്ങോട്ട് ഓടും, and then he will finish it off. അപ്പൊ ഇവിടെ എസയാണ് അത് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു പോയിന്റ് സേവ് ചെയ്തു, സിറ്റി രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട് നമ്മൾ നോക്കുകയാണ് വെച്ചാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണ് വെച്ചാൽ, പെപ്പ് വുഡ് ഹാവ് ബീൻ ഹാപ്പി. ബിക്കോസ് ലാസ്റ്റ് സീസണിൽ ആളവിടെ കളിച്ചപ്പോ he lost 5-1. അതെ. സോ അതിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് റിസൾട്ട് ഫോർ ദം. ബട്ട്
എനിക്ക് എന്താണ് ഒരു ഇതായിട്ട് തോന്നിയത് വെച്ചാൽ ലൈക്ക് ഞാൻ നമ്മൾ പറയില്ലേ ലൈഫ് കംസ് ഫുൾ സർക്കിൾ. ലൈക്ക് ദെർ വാസ് എ അതെ. ടൈം നമ്മൾ പെപ്പ് വരുമ്പോ ആർസണൽ എങ്ങനെ കളിച്ചു എനിക്ക് ഓർമ്മയുണ്ട്. ആ അതെ, അതെ, അതെ. കോവിഡിന്റെ സമയത്ത് ആർട്ടേറ്റ ഫസ്റ്റ് ടൈം ഇതെടുത്തപ്പോ ലൈക്ക് നീ ഇൻചാർജ് മാനേജർ ആയിപ്പോ അന്ന് ആഹ്. സിറ്റിയുടെ കൂടെ കളിക്കുമ്പോൾ ഈ സ്റ്റാറ്റ്സ് ഒക്കെ ഉൾട്ടായിരുന്നു. ലൈക്ക് 35% പൊസിഷൻ അതെ. ആർസണലിന്, ബാക്കിയൊക്കെ ഫുൾ സിറ്റിക്ക്. അതെ. ഇത് ടോട്ടലി ഉൾട്ടായി. സിറ്റി പൊതുവെ കഴിഞ്ഞ സീസൺ വരെ മര്യാദയ്ക്ക് ഒരു കളി തോക്കുന്നില്ല. ഒന്ന്. അതെ. ഇനി അഥവാ തോറ്റാ തന്നെ ഇതുപോലെ ബാഡ് ലക്കില് അതായത് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദെയർ ഡേ അതുകൊണ്ട് തോക്കുന്ന തോൽറ്റു. രീതിയിലുള്ള അതെ അല്ലാണ്ട് അതെ അതെ. ഇങ്ങനെ തോക്കുന്നില്ല. അതായത് ഒരു മിനിയേച്ചർ ടീമായിട്ട് തോൽക്കുന്ന ഒരു സംഭവം പെപ്പിന്റെ ടീമിന് കഴിഞ്ഞ സീസൺ മുതൽ മാത്രം ഉണ്ടായി. അല്ലെങ്കിൽ ഇനി അഥവാ തോറ്റാ തന്നെ ആ അവര് പന്ത് കൈവശം വെക്കലും അറ്റാക്ക് ചെയ്തതും ഏറ്റവും കൂടുതൽ ഷോട്ട്സ് നടത്തിയതും ഏറ്റവും കൂടുതൽ കളിയിൽ മൈതാനത്ത് ഡോമിനൻസ് നടത്തിയൊക്കെ ടീം സിറ്റി ആയിരിക്കും. എന്നാലും ബൈ മിസ്റ്റേക്ക് എന്തോ ഒരു കൗണ്ടർ അറ്റാക്ക് കാരണം എങ്ങനെയോ ഒരു ഗോള് വീണിട്ട് സിറ്റി തോൽക്കും. തോക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ ഇത് ഓപ്പോസിറ്റ് ടീം അവരെക്കാ ബെറ്ററായി കളിച്ച് എങ്ങനെയോ തട്ടിമുട്ടി രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് കിട്ടി സമനിലയായിട്ട് സമാധാനത്തോടെ നിൽക്കുന്ന ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കഴിഞ്ഞ ഒരു സീസൺ മുതലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ സീസണിൽ പെപ്പ് എനിക്കൊന്ന് കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് ടാലന്റിന്റെ കുറവ് നന്നായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് 3 മാച്ചിൽ ഒരിക്കലും സിറ്റിക്ക് ഒരേ ഒരു സെയിം പ്ലേയിങ് 11 ഒരിക്കലും ഉണ്ടാവാറില്ല. എനിക്കിപ്പോഴും പറയുന്നത് പെപ്പിന്റെ ഭാഗ്യമാണ് ഇത്തവണ ഒരു പോയിന്റ് കിട്ടിയത്. എന്തായിരിക്കും നിമേഷിന്റെ പ്രൊഡിക്ഷൻ ഈ ഈ സീസണിൽ ആർസണലിന്റെയും സിറ്റിയുടെയും പൊസിഷൻ എന്തായിരിക്കും ആസ് പെർ ദ കറന്റ് സിറ്റുവേഷൻ? ഇറ്റ്സ് ഔട്ട് ഓഫ് ദിയർ ഹാൻഡ്. ഇഫ് ലിവർപൂൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാ they will just go forward. Arsenal will be happy that they got a win, but still disappointed. City will be very happy. Like, oh, ഇവിടെ വന്നു നമ്മള് ലാസ്റ്റ് ഇയർ 5-1 തോറ്റിട്ട് പോയതാണ്, കുട്ടികളൊക്കെയാണ് ഗോൾ അടിച്ചായിരുന്നത്. ഇപ്പൊ അതൊക്കെ അതെ, നോക്കുമ്പോ നമ്മൾ തോറ്റില്ലല്ലോ എന്നുള്ളൊരു അതെ. ആശ്വാസം ഉണ്ടാവും സിറ്റിക്ക്. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോ Yes. താങ്ക്സ് നിമേഷ് ഫോർ ജോയിനിങ് ദിസ് കോൺവെർസേഷൻ. നമുക്ക് എല്ലാവർക്കും അടുത്ത കളിയിൽ കാണാം. ബൈ.